പ്രിയമുള്ളവരെ, ഇസ്രായേലും ഇറാനുമായി നടക്കുന്ന യുദ്ധം ലോകചരിത്രത്തെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയും ചരിത്രത്തിൻ്റെ ഒരു ആവർത്തനം നമുക്ക് ഈ യുദ്ധത്തിൽ കാണാനും കഴിയും. 1967 6 ഡേ വാറിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. 67 വാറിൽ ജൂൺ 6 രാവിലെ ആരംഭിച്ച ആക്രമണം കൃത്യം 11 മണിയായപ്പോൾ തന്നെ ഇസ്രായേൽ യുദ്ധം വിജയിച്ചു കഴിഞ്ഞു. 3 മണിക്കൂർ കഴിഞ്ഞ് യുദ്ധം വിജയിച്ചു. കാരണം ആ 3 മണിക്കൂർ കൊണ്ട് ഈജിപ്തിൻ്റെയും ജോർദാൻ്റെയും പൂർണ്ണമായി അവരുടെ എയർ ഡിഫൻസിനെ പൂർണ്ണമായി തകർത്തു, അവരുടെ ഫ്ലൈറ്റുകൾ തകർത്തു, അവരുടെ റൺവേകൾ തകർത്തു, അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകർത്തു. അതോടുകൂടി ഇസ്രായേലിൻ്റെ ഫ്ലൈറ്റുകൾ മാത്രമായി ഈ രാജ്യങ്ങളുടെ മുഴുവൻ എയർ സ്പേസിൽ വേറെ ഒരു ഫ്ലൈറ്റുകളും ഇല്ലാതെയായി. അതോടുകൂടി ഇസ്രായേൽ യുദ്ധം ജയിച്ചു. പക്ഷേ എങ്കിലും ആ യുദ്ധം 6 ദിവസം നീട്ടുകയും ഇസ്രായേൽ പിന്നീട് പിടിച്ചെടുക്കാനുള്ള സ്ഥലങ്ങൾ മുഴുവൻ അവരെവിടെയൊക്കെ ലക്ഷ്യം വെച്ചിരുന്നോ അവിടെയെല്ലാം പിടിച്ചെടുക്കുകയും ജോർദാനും വെസ്റ്റ് ബാങ്കും അതുപോലെ തന്നെ ജോർദാന്റെ കയ്യിലിരുന്ന ജെറുസലേം പട്ടണവും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കും ഗാസയും ഈജിപ്തിൽ നിന്ന് ഗാസയും ഗോലാൻ ഹൈറ്റ്സും സിറിയയുടെ കയ്യിലിരുന്ന ഗോലാൻ ഹൈറ്റ്സും ഈജിപ്തിന്റെ കയ്യിലിരുന്ന സിനായ് പെനിൻസുലയെല്ലാം അവർ പിടിച്ചെടുത്ത ശേഷമാണ് യുദ്ധം അവസാനിപ്പിച്ചത്. അതിന് സമാനമായ ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇറാനുമായി നടക്കുന്നത്. ഇറാന്റെ യുദ്ധം ആരംഭിച്ച നിമിഷ നേരങ്ങൾക്കാവും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം പൂർണ്ണമായി തകർത്തു. അവർക്ക് എയർഫോഴ്സ് തന്നെ ഇല്ലാതെയാക്കി. ഇപ്പം ഇസ്രായേൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇറാന്റെ എയർ സ്പേസ് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഇസ്രായേലാണ്. അപ്പം അത്തരത്തിൽ അങ്ങനെ നോക്കുമ്പം ഈ കാലഘട്ടത്തിൽ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലാതെ യുദ്ധം ജയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാരണം ഇത്രയും അകലെ കിടക്കുന്നത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഗറില്ല വാറുകൾക്കാണെങ്കിലും സാധ്യതയില്ല. കാരണം 2000 കിലോമീറ്റർ അപ്പുറയാണ് ഇറാൻ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലാതെ ഒരു യുദ്ധം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇസ്രായേൽ യഥാർത്ഥത്തിൽ യുദ്ധം ജയിച്ചു നിൽക്കുകയാണ്. മറിച്ച് അവിടെയുള്ള ബാലസ്റ്റിക് മിസൈലുകൾ നിരന്തരമായി ഇസ്രായേലിലേക്ക് അയക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും 5 ഇസ്രായേൽ വീണ്ടുണ്ട്. കാഷ്വാലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 20 ഒരുമിച്ച് വന്നു, അതിൽ 5 ഇസ്രായേലിൽ എത്തി എന്നാണ് പറഞ്ഞത്. ഇനി പറയുന്നതിൽ വസ്തുതയുണ്ടോ നടത്തില്ല, കാഷ്വാലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈഫയിലും അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ടെല്ലവീവിലുമൊക്കെ മിസൈൽ വീണിരുന്നു. ആളുകൾ മരിക്കുകയും ഏകദേശം 24ഓളം ആളുകൾ മരിക്കുകയും ചെയ്തു. ഈ മരിച്ചതിൽ കൂടുതലും മുസ്ലിങ്ങളുമാണ്. അതിന്റെ കാരണം ഈ ഹൈഫ ആക്കോ എന്നൊക്കെ പറഞ്ഞ പ്രദേശത്ത് കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് താമസിക്കുന്നത്. അതിലൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സൈഡിൽ അത് വീണ് ഒരു ഫാമിലിയിൽ തന്നെ 4ഓളം പേര് മരിച്ചു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ ഇറാൻ ആക്രമിക്കുമ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ മരിക്കുന്നുണ്ട്. ഇസ്രായേൽ 20% ജനസംഖ്യയുടെ 20% മുസ്ലിംസ് ഉണ്ട്. അപ്പം മുസ്ലിംസും മരിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ യുദ്ധം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജയിച്ചു കഴിഞ്ഞ് നിൽക്കുകയാണ്. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മറിച്ച് ഇനി കുറച്ചുകൂടെ മിസൈൽ അയക്കാം, അത് ഡിഫെൻഡ് ഇത് ചെയ്യാനും ഇസ്രായേലിന് ശേഷിയുണ്ട്. വന്ന് വീണതല്ലാതെ ഇനി അപ്പുറത്തേക്ക് അതിന് സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. ഇസ്രായേലിന്റെ ഈ ഇറാന്റെ മിസൈൽ ലോഞ്ചിങ് സിസ്റ്റം തന്നെ പൂർണ്ണമായി അടിച്ചു തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നു. വളരെ കുറച്ച് സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ അവർക്ക് അവിടെ ഉള്ളൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രായേലും ഇറാനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്ന രാജ്യമാണോ എന്ന് ചോദിച്ചാൽ അവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. 1948 ഇസ്രായേൽ രൂപപ്പെടുമ്പോൾ അന്ന് അവിടെ ഭരിച്ചിരുന്നത് ഷാ മുഹമ്മദ് റീസ പഹൽവി എന്ന് പറഞ്ഞ കിങ് ആയിരുന്നു. ഈ ഇസ്രായേൽ രൂപപ്പെട്ടപ്പം ആദ്യമായി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തത് ടർക്കിയാണ്. ഇന്ന് ടർക്കി ശത്രുത പറയുന്നുണ്ട്. കാരണം അന്ന് യങ് ടർക്കികളുടെ ഭരണമായിരുന്നു അവിടെ. മുഹമ്മദ് അറ്ററ്റാക്കിന്റെ പിന്തുടർന്ന് വന്ന യങ് ടർക്കികളുടെ ഭരണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അന്ന് ഇസ്രായേലിനോട് ശത്രുതയിലായിരുന്നു. പിന്നീട് ഈ എർഡോഗന്റെ ഇസ്ലാമിസ്റ്റ് ഭരണം വന്നപ്പോഴാണ് ഇപ്പോൾ ഇസ്രായേലിനോട് ശത്രുത കാണിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എന്ന് പറഞ്ഞ പോലെ ഈ മുഹമ്മദ് റാസി പൽവി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ഒന്നാമത് ടർക്കിയും 2ാമത് ഇറാനുമാണ് ഇസ്രായേലിനെ അംഗീകരിച്ച രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം ലോകത്ത്. ഇറാനുമായി യാതൊരു പ്രശ്നമില്ലായിരുന്നു. ഈ പറഞ്ഞ മുഹമ്മദ് റീസ പഹൽവിയെ പുറത്താക്കാനുള്ള കാരണം, യഥാർത്ഥത്തിൽ ഇറാനിൽ പുറത്താക്കാനുള്ള കാരണം അദ്ദേഹം ഈ പറഞ്ഞ വെസ്റ്റേണൈസേഷനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തെന്നും
വെസ്റ്റേൺ കൾച്ചറിനെയും വെസ്റ്റേണൈസേഷനെയും കൂടുതൽ പ്രൊമോട്ട് ചെയ്തെന്നും അതോടൊപ്പം തന്നെ അവിടെ സാമൂഹ്യമായ അനീതി നിലനിന്നിരുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ കാരണമായ ഇസ്ലാമിക് റവല്യൂഷൻ ഉണ്ടായത്. ഈ ഇസ്ലാമിക് റവല്യൂഷൻ 1979 ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്രായേലുമായിട്ട് ശത്രുത ഉണ്ടായത്. അതുവരെ ഇസ്രായേലുമായിട്ട് ഇറാന് അടിസ്ഥാനപരമായ ശത്രുതയിലായിരുന്നു. ഇസ്ലാമിക് റവല്യൂഷൻ ഉണ്ടായതിനു ശേഷം അവരുടെ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഒരു ഇല്ലെജിറ്റിമേറ്റ് ആയിട്ട് സ്ഥാപിക്കപ്പെട്ട ഒരു രാജ്യമാണ്, നിയമാനുസൃതമല്ലാതെ സ്ഥാപിക്കപ്പെട്ട രാജ്യമാണ്, അത് ഇസ്ലാമിക വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഒബിൽട്രേറ്റ് ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് ഇസ്രായേലിനെ പറ്റിയുള്ള കാഴ്ചപ്പാട്. അത് ഇസ്ലാമിക കാഴ്ചപ്പാടാണ്. കാരണം മുഹമ്മദ് തന്നെ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ ജൂതനെയും ക്രിസ്ത്യാനിയും ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന്. അതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ഈ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഇവർ പ്രോക്സികളെ ഉണ്ടാക്കുന്നു. അവർക്ക് നേരിട്ട് അവിടെ പോയി യുദ്ധം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ പ്രോക്സികളെ ഉണ്ടാക്കി ഗാസയിലും അതോടൊപ്പം തന്നെ ലെബനോണിലും അതുപോലെ സിറിയയിലും ഇറാഖിലും എല്ലാം അവരുടെ കൂലിപ്പട്ടാളങ്ങളെ ഉണ്ടാക്കി ഇസ്രായേലിനെ ഈ കാലഘട്ടം ഇത്രയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ആക്രമണത്തിന്റെ അവസാനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ യുദ്ധത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ യുദ്ധത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞാൻ ഇസ്രായേലിലെ എക്സ് അംബാസഡർ, ഈ ബ്രിട്ടന്റെ മുൻ ഇസ്രായേൽ അംബാസഡറുടെ ഒരു ഇന്റർവ്യൂ സ്കൈ ന്യൂസിൽ കണ്ടു. അദ്ദേഹം പറയുന്നത് ഇതുവരെ നിലവിൽ ആറ്റമിക് ബോംബ് ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു കപ്പാസിറ്റി ഇറാൻ നേടിയെന്ന് ഒരു എവിഡൻസും പബ്ലിക് ഡൊമൈനിലില്ല. അതുപോലെ തന്നെ ഇറാൻ അത് നേടിയിട്ടുണ്ടെന്ന് പറയാവുന്ന സാഹചര്യവുമില്ല. മറിച്ച് ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി IAEA എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അവർ വളരെ കൃത്യമായി ഇറാൻ ഈ ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള എൻറിച്ച്മെന്റ് പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും അവർക്ക് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ വളരെ എളുപ്പം കഴിയുമെന്നും അതുകൊണ്ട് ഇത് ഡീൽ ചെയ്യണമെന്നും ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി വളരെ കൃത്യമായി അമേരിക്കൻ പ്രസിഡന്റിനോട് ഇവർ ഈ ആറ്റമിക് ബോംബ് ഉണ്ടാക്കാൻ പാകത്തുള്ള കേപ്പബിലിറ്റി നേടിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. ഇങ്ങനെ ഒരു മുൻകൂട്ടി പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. ഈ സ്ട്രൈക്ക് നടത്താൻ അവകാശമുണ്ടെന്നാണ് ഈ ഇസ്രായേലിന്റെ മുൻ അംബാസഡർ പറയുന്നത്. അതിന്റെ കാരണം നമുക്ക് നമ്മുടെ രാജ്യത്തും ത്രട്ടനോ നമുക്ക് ഒരു ഇമിനന്റ് ആയിട്ടുള്ള ത്രട്ടൻസോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു ത്രട്ടൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ആ തരത്തിൽ ആ ഒരു രാജ്യത്തെ നേരിടാനുള്ള അവകാശം ഉണ്ടെന്നാണ്. അപ്പം അങ്ങനെ ആ തരത്തിൽ നോക്കുമ്പോൾ വേറെ അത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ആക്രമണമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അപ്പൊ ഈ തരത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോകത്ത് ഒട്ടേറെ പേർക്ക് ഇപ്പൊ പല ഇസ്ലാമിക തീവ്രവാദികൾ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, ലോകത്ത് എല്ലാവരുടെയും കയ്യിൽ ആറ്റം ബോംബുണ്ട്, എന്തുകൊണ്ടാണ് ഇറാന്റെ കയ്യിൽ ആറ്റം ബോംബ് ഇരുന്നാൽ പ്രശ്നമെന്നാണ്. ഇറാന്റെ കയ്യിൽ ആറ്റം ബോംബ് ഇരുന്നാലുള്ള പ്രശ്നം, ഈ ആറ്റം ബോംബ് ഇരിക്കുന്ന ഒരു രാജ്യം, ഇന്ത്യക്ക് ആറ്റം ബോംബുണ്ട്, ഇന്ത്യ എപ്പോഴെങ്കിലും ആറ്റം ബോംബ് പ്രയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആറ്റം ബോംബ് ഇരിക്കുന്ന ഒരു രാജ്യവും അത് പ്രയോഗിക്കുമെന്ന് പറഞ്ഞില്ല. ഒരുപക്ഷെ ഇസ്രായേലിന്റെ കയ്യിൽ ബോംബ് ഉണ്ടാവും, ഇസ്രായേൽ ഒരു സ്ഥലത്തും അത് ഉണ്ടെന്നോ അത് പ്രയോഗിക്കുമെന്നോ പറഞ്ഞിട്ടില്ല. എന്നാൽ എന്താണ് ഇസ്രായേലിനെ പറ്റിയുള്ള ഇറാന്റെ കാഴ്ചപ്പാടെന്ന് ചോദിച്ചാൽ ഇസ്രായേലിനെ ഒബിൽട്രേറ്റ് ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക, അതിനുവേണ്ടിയുള്ള പണം മുഴുവൻ മുടക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ ഈ ആറ്റം ബോംബ് ഉണ്ടായാലുള്ള സ്ഥിതിയാണ്. 60 ദിവസത്തിനകം ഒരു പീസ് അഗ്രിമെന്റിൽ ഒപ്പിടണമെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ട് അത് ബോധപൂർവ്വം ഒരു ഡ്രാഗ് ചെയ്യുകയാണ് ചെയ്തത്. 61ാമത്തെ ദിവസമാണ് ആക്രമണം നടന്നത്. അപ്പൊ ഇറാനെ പോലെ ഒരു അപകടകരമായ തിയോക്രാറ്റിക് സ്റ്റേറ്റിൽ ഹെഡിന്റെ കയ്യിൽ ഒരു ആറ്റമിക് ബോംബ് കിട്ടിയാൽ ഉണ്ടാകുന്ന അപകടം. ആ അപകടം എന്ന് പറഞ്ഞാൽ അവരുടെ മതപരമായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അത് ഇസ്രായേലിന് നേരെ ഉപയോഗിക്കും. അതിനുപരി അത് സൗദി അറേബ്യയുടെ നേരെ ഉപയോഗിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഷിയ സെക്റ്റാണ് ഇറാൻ എന്ന് പറഞ്ഞത്. അവരിതിനു മുമ്പ് എത്രയോ ബോംബുകൾ മക്കയ്ക്കും മദീനയ്ക്കും ഒക്കെ നേരെ ഇട്ടിട്ടുണ്ട്. അവിടെ എത്രയോ ആളുകളെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി ഈ ശത്രുത ഇത് ഷിയാൾക്കുള്ളത് ഇസ്രായേലിനേക്കാൾ കൂടുതൽ ഈ പറയുന്ന സുന്നി മുസ്ലിംസോടാണ്. എന്നാൽ ഇസ്രായേലിനും മതപരമായി അവർ ശത്രുവാണ്. കാരണം ജൂതൻ അവരുടെ മതപരമായ ശത്രുവാണ്. അവർ അവസാന ജൂതനെ കൊന്നൊടുക്കിയ ശേഷമേ ലോകം അവസാനിക്കുള്ളൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂതൻ അവരുടെ ശത്രുവാണ്. ആ ജൂതനെ കൊന്നൊടുക്കാൻ അവർക്ക് ഈ ആറ്റമിക് ബോംബ് കിട്ടിയാൽ തീർച്ചയായും അത് ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ അപകടം മണത്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ തയ്യാറായത്. ഇനി ഈ ആക്രമണത്തിന്റെ
ഈ ആക്രമണം ഇനി എവിടെ ചെന്ന് അവസാനിക്കും എന്നറിയുന്നില്ല. എന്താണെങ്കിലും ഒരു കാര്യം വസ്തുനിഷ്ഠമായിട്ട് അമേരിക്ക ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, ഖുമൈനിയെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന്റെ ടോപ്പ് ബ്രാസിനെ മിലിറ്ററിയുടെയും അതോടൊപ്പം തന്നെ സയന്റിസ്റ്റുകളുടെയും എല്ലാം ടോപ്പ് നിരയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ കൊന്നു കഴിഞ്ഞു. പുതിയൊരു കമാൻഡറെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് 3 ദിവസത്തിനകം അദ്ദേഹത്തെ കൊന്നു. ഖുമൈനിയെ കൊല്ലരുതെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഖുമൈനി അവിടെ കൊല്ലപ്പെട്ടാൽ ഒരു പക്ഷേ ഒരു പൊളിറ്റിക്കൽ വാക്വം ഉണ്ടാകുകയും ക്രിമിനലുകൾ എല്ലാം തന്നെ ആയുധമെടുത്ത് അധികാരം കൈയാളുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവും. അതുണ്ടാവാതിരിക്കാനായിരിക്കണം ഖുമൈനിയെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഖുമൈനിയിൽ നിന്ന് അധികാരം എടുത്തു കളയാന്നുള്ളത് ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ ഒരു രാഷ്ട്രം അവിടെ സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു. കാരണം ഇസ്ലാമിക രാഷ്ട്രം വന്നതോടുകൂടിയാണ് ഇസ്രായേലിന് അവിടെ ശത്രുത വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പല ആളുകളും പറയുന്നത് പോലെ ഇതിന്റെ പുറകിൽ മതമൊന്നുമല്ല, ഇത് പുറകിൽ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ആയുധ കച്ചവടമാണ്, അല്ലെ വെസ്റ്റേൺ ഇൻഡസ്ട്രികളാണ്, അല്ലെ ഇസ്രായേലിന്റെ കടന്നുകയറ്റമാണ് എന്നെല്ലാം പറഞ്ഞതിൽ യാതൊരു കാര്യമില്ല. കാരണം അവിടെ തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആയിട്ട് ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഈ ഖുമൈനി വരികയും അതിനുശേഷം ഈ പറഞ്ഞ ഷാ മുഹമ്മദ് റാസ ഫലേവി അവിടുന്ന് പലായനം ചെയ്ത് ഈജിപ്തിൽ പോവുകയും ഇപ്പം അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോഴത്തെ ക്രൗൺ പ്രിൻസ് ഇപ്പോഴും അവർ പറയുന്ന ഈ ഇറാന്റെ ക്രൗൺ പ്രിൻസ് അമേരിക്കയിൽ ജീവിച്ചിട്ടുണ്ട്. ഇയാളുടെ മകൻ റാസ ഫലേവി എന്ന് പറഞ്ഞ ആൾ അമേരിക്കയിൽ ജീവിച്ചിട്ടുണ്ട്. അയാളുടെ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അയാൾ ഫോക്സ് ന്യൂസിലും കൊടുത്ത ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നതും ഈ തിയോക്രാറ്റിക് സ്റ്റേറ്റ് അവിടെ രൂപപ്പെടുകയും അവിടെ ഈ മതപരമായ ഭരണം വരികയും ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളുണ്ടായത്. അതുകൊണ്ട് ഇറാനിയൻസ് ആയിട്ടുള്ള മനുഷ്യർ നല്ല മനുഷ്യരാണ്, അവർ ഈ ഭരണകൂടത്തെ പറിച്ചെറിയാനാണ് അദ്ദേഹം അമേരിക്കയിൽ നിന്നുകൊണ്ട് ആഹ്വാനം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഈ മതഭരണകൂടത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഈ പ്രതിസന്ധിയിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് അതിജീവനത്തിന് വേണ്ടി ഇത് ആക്രമിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടും അവര് നിവൃത്തികേട് കൊണ്ടും ആക്രമിക്കുന്നതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്നലെ ഒക്കെ ഈ ടെലവീവിലും അതുപോലെ തന്നെ ഹൈഫയിലും ഒക്കെ താമസിക്കുന്ന പലരുമായിട്ട് ഞാൻ സംസാരിക്കുന്നു. അവരൊക്കെ യഥാർത്ഥത്തിൽ വളരെ വലിയ ഭയപ്പാടിലാണ്, മലയാളികൾ തന്നെ. അവർ ജോലി ചെയ്യുന്നവർ 5 മണിക്കൂർ പോലും അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി ഏത് സമയത്തും സൈറൺ വരുന്നു, അവരെല്ലാം എഴുന്നേറ്റ് ഓടുന്നു, ഓടി ബങ്കറിൽ പോയി ഒളിക്കുന്നു. അവർ ജീവിക്കാനൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ജോലി അന്വേഷിച്ച് പോയതാണ്. അവരുടെ ജീവിതം വളരെ കഷ്ടപ്പാടിലാണ്. പക്ഷെ അവരെല്ലാം ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഈ യുദ്ധം ഇസ്രായേൽ ജയിക്കും, ഇസ്രായേലിന് ജയിക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം ഇസ്രായേൽ ഇത് ജയിച്ചില്ലെങ്കിൽ ലോകത്തിന് തന്നെ അപകടകരമാണ്. കാരണം ഈ തിയോക്രാറ്റിക് സ്റ്റേറ്റിന്റെ ഇൻഫ്ലുവൻസ് മിഡിൽ ഈസ്റ്റിൽ വന്നാൽ ആ മിഡിൽ ഈസ്റ്റിൽ നിന്ന് അത് ലോകത്തേക്ക് മുഴുവൻ പടർന്ന് പന്തലിക്കും. ഒരു ഉദാഹരണത്തിന് ഈ ഇറാന്റെ ഒരു വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഹമാസ് പോലെയുള്ള ഒരു വിജയം ഉണ്ടാകും. ഹമാസ് പോലെ അതുപോലെ ഹിസ്ബുള്ള പോലെയുള്ള ഒരു വിജയം ഉണ്ടായാലും ഇതിന്റെ എല്ലാ അടിസ്ഥാന ഫിലോസഫി എന്ന് പറയുന്നത് അവർക്ക് ഈ ലോകം മുഴുവനുള്ള ബ്രദർഹുഡ് വർദ്ധിപ്പിക്കുക എന്നതാണ്, ഇസ്ലാമിക ബ്രദർഹുഡ് വർദ്ധിപ്പിക്കുക. ഇപ്പൊ ഇന്ത്യയെ പോലും ആക്രമിക്കുമെന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ത്യ ഒരു ബഹുദൈവ വിശ്വാസികളുടെ നാടാണ്, ബഹുദൈവ വിശ്വാസികൾ നജസ്സാണെന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലും ആക്രമിക്കുമെന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട്. ഹമാസ് അതിനുവേണ്ടി പാകിസ്ഥാനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി, ഈ കാശ്മീരിലെ ആളുകളുമായി കൂടിക്കാഴ്ച നടത്തിയ വാർത്തകൾ നമ്മൾ വായിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് ലോകത്തിന് മുഴുവൻ ത്രട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഫനാറ്റിസം എന്ന് പറയുന്നത്. അതിന്റെ ഒരു കിൻ പിന്നാണ് യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഇറാൻ എന്ന് പറയുന്നത്. കാരണം ഇറാൻ മാത്രമാണ് ശക്തമായ ഒരു രാഷ്ട്രവും സാമ്പത്തിക അടുത്തിലുള്ള ഒരു രാജ്യവും അവിടെയുള്ളത്. ബാക്കി പിന്നീടുള്ള ഇസ്രായേലാണ്, രണ്ടാമത് 2 സ്റ്റേബിൾ കൺട്രീസ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഇസ്രായേലിനെ ചൂണ്ടിക്കാണിച്ച്, ഇസ്രായേലിനോട് ശത്രുത ചൂണ്ടിക്കാണിച്ച് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ഇറാന്റെ പുറകിൽ അണിനിർത്താനും അതോടൊപ്പം തന്നെ ഞങ്ങളാണ് നമ്മുടെ മുഹമ്മദ് പറഞ്ഞത് കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് വരുത്തി വെച്ചുകൊണ്ട് ലോക മുസ്ലിമിന്റെ ഈ ലീഡർഷിപ്പ് നേടാനുമാണ് ഇറാൻ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ശത്രുവാക്കി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഇസ്രായേലിനെ യഥാർത്ഥത്തിൽ ശത്രുവാക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അവർ അതിന് മാറ്റാൻ ഒരു സ്ഥലത്ത് പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തികച്ചും മതപരമാണ്. ഈ മതപരമായ ഈ യുദ്ധം ഇസ്രായേൽ ജയിക്കുകയും അതോടൊപ്പം തന്നെ ഈ മതരാഷ്ട്രങ്ങൾ തകരുകയും ജനാധിപത്യവും മതേതരത്വവും ലോകത്തുണ്ടാകാത്തത്തോളം കാലം ഈ പറഞ്ഞ ഒരു സമാധാനം ഒരു രാജ്യത്തും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ യുദ്ധം എന്ന് പറയുന്ന കാലഘട്ടത്തിന്റെ യുദ്ധമാണ്. ഇത് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയുള്ള യുദ്ധമാണ്. ഇത് അതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ കോൺകറിങ്ങിനെതിരെ ലോകത്ത് പ്രതിരോധിക്കാൻ ശേഷിയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ. അവരത് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രതിരോധം ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകം ഈ 6-ാം നൂറ്റാണ്ടിന്റെ ദുരന്തത്തിലേക്ക്, അല്ലെ 6-ാം നൂറ്റാണ്ടിന്റെ ഇരുട്ടിലേക്ക് നമ്മളെ വലിച്ചഴക്കപ്പെടും. അതുകൊണ്ട്
ലോകത്തിന് ഒരു സംഭാവനയും ചെയ്യാത്ത, ഇപ്പം നമ്മളിപ്പം ലോകത്തെ ഏറ്റവും വലിയ പുസ്തകം ഇസ്ലാമിൻ്റെ ഖുറാനാണെന്ന് പറഞ്ഞു നടക്കുന്നവരോട് ആ ഖുറാൻ ദൈവം കൊടുത്ത സൗദി അറേബ്യയിൽ നിന്ന് ലോകത്തിന് എന്ത് സംഭാവന ഉണ്ടായെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ലോകത്തിന് ഒരു സംഭാവന ഉണ്ടായിരുന്നത് ഒരു മുട്ടുസൂചി പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഇരുട്ടിൻ്റെ കാലഘട്ടത്തിലേക്ക് ഈ സമൂഹത്തെ വലിച്ചുകൊണ്ട് പോകാനാണ് ഈ പറഞ്ഞ ഇറാൻ്റെ പോലെയുള്ള ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദ ചിന്തയുള്ള ആൾക്കാരും ഒക്കെ ശ്രമിക്കുന്നത്. കേരളത്തിൽ ഒത്തിരി ആളുകൾ അത്തരത്തിലുള്ളവരുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇറാനെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ലോകത്തുള്ളത് ഇറാന് കിട്ടുന്നത് കേരളത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മാത്രം ആളുകൾ ക്ലബ് ഹൗസിലൊക്കെ ഇരുന്ന് ശരീരം ചൂടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു തികച്ചും ഇസ്രായേലിൻ്റെ വിജയം എന്ന് പറയുന്നത് അനിവാര്യമാണ്. കാരണം ജനാധിപത്യത്തിനും ഇസ്രായേൽ ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യവും മതേതരത്വവും ആഗ്രഹിക്കുന്നവർ ഈ ഇസ്ലാമിക മത തീവ്രവാദം ഈ ലോകത്തെ കോൺകർ ചെയ്തെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഇറാൻ ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെ വിജയമാണ് ആഗ്രഹിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.